ഒരു 90കളിൽ ഗ്ലോബലൈസേഷൻ ആരംഭിക്കുമ്പോൾ ഗ്ലോബലൈസേഷൻ്റെ വക്താക്കൾ പറഞ്ഞ എന്താണ്, എല്ലാത്തിനും സ്റ്റേറ്റ് പിന്മാറണം, എല്ലാം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കണം. അപ്പോൾ നിയോ ലിബറൽ തത്വശാസ്ത്രം അനുസരിച്ച് ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആയാൽ മതി, ഗവൺമെൻറ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് കേരളത്തിലെ കുടിവെള്ള വിതരണം, റേഷൻ സംവിധാനം എല്ലാം തകർക്കാനും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. സർക്കാർ ആശുപത്രികളിൽ OP ഷീറ്റ് മുതൽ ചികിത്സയ്ക്ക് ഫീസ് ഏർപ്പെടുത്താനും സർക്കാർ ആശുപത്രികളിലെ സൗജന്യ സേവനങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിൽ ഗ്ലോബലൈസേഷൻ മുന്നോട്ട് വെക്കുന്ന സ്വകാര്യവൽക്കരണത്തിൻ്റെതായ ഒരു തത്വശാസ്ത്രത്തിനെതിരായിട്ട് വളരെ പ്രായോഗികമായൊരു ഇടപെടലാണ് ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള അക്കാദമികവും അടിസ്ഥാന സൗകര്യപരവുമായ വളർച്ചയാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്കുണ്ടായത്. 90കളിൽ 5000 സ്കൂളുകൾ അൺഎക്കണോമിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പനയ്ക്ക് വെക്കാനാണ് UDF സർക്കാർ തീരുമാനിച്ചത്. ആ സർക്കാർ അടച്ചുപൂട്ടാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു, പുതിയ ആധുനികമായ കെട്ടിട സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, പുതിയ രീതിയിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാഠ്യപദ്ധതികളുമായി കുട്ടികളെ പരിചയപ്പെടുത്തുന്നു. ഈ മാറ്റം വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് ഇത് അവകാശപ്പെടാൻ പറ്റില്ല. സർവകലാശാല അഖിലേന്ത്യാ തലത്തിലുള്ള എല്ലാ റേറ്റിങ്ങിലും കേരളത്തിലെ സർവകലാശാലകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിലെ കോളേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലോ, അഖിലേന്ത്യാ തലത്തിൽ 300 കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ 100 ചില്ലാനം കോളേജുകൾ കേരളത്തിലാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഭാവിയെ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഇൻഫോർമാറ്റിക്സിൻ്റെയൊക്കെ ഒരു യുഗത്തിൽ ജീവിക്കുന്നൊരു സമൂഹമാണ്. ആ സമൂഹത്തിന് ഒരു ജ്ഞാനാധിഷ്ഠിതമായ വ്യവസായ വികസനം കേരളത്തിൽ സാധ്യമാണെന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു ജ്ഞാന സമ്പദ്ഘടന, ഒരു നോളജ് സൊസൈറ്റിയായിട്ട് കേരളത്തിന് മാറാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.